അങ്ങനെ ഇന്നലെ ആറ്റുകാൽ പൊങ്കാല അവസാനിക്കുന്ന സമയങ്ങളിൽ ഇന്നലെ ചിപ്പിച്ചേച്ചിക്ക് പകരം ലിച്ചച്ചേച്ചിയാണ് പൊങ്കാല തൂക്കിയത്. അപ്പൊ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ഇന്നലെ ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഞാൻ ഇവിടെ സൈഡിൽ ഈ വീഡിയോ കൊടുക്കാം. ഇതൊരു എന്താണ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ പൊങ്കാല ഇടുന്ന സമയത്ത് ഇതുപോലെയുള്ള നീല മഞ്ഞ പച്ച കുയിലുകൾ വന്നേച്ച് ഒരു നമുക്ക് കംഫോർട്ടബിൾ അല്ലാത്ത രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ അമ്മ വന്നിട്ട് ഒരു തോർത്ത് കൊടുത്ത് അത് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായിട്ട് ഒരു ഇടപെടൽ നടത്തുന്ന കാഴ്ച കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവന്മാരുടെ ഫോക്കസ് എങ്ങോട്ടാണ്, വളരെ മോശമായിട്ടാണ് ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം ഇത് ഇന്നലെ പൊങ്കാലയായിരുന്നു മെയിൻ ഉദ്ദേശം. പക്ഷെ ഇവന്മാരുടെ കണ്ണിൽ പൊങ്കാലയൊന്നും അല്ലായിരുന്നു. ചേച്ചിമാര് പൊങ്കാല ഇടുന്നതും കുനിയുന്നതും അങ്ങനെ സാരി മാറിക്കിടക്കുന്നതും അത് മാറുന്നതും ഇത് മാറുന്നതും ബ്ലൗസ് മാറുന്നതും ഒക്കെ ആയിരുന്നു. ഇതുപോലത്തെ കണ്ടന്റുകളായിരുന്നു ഇന്നലെ ഇതുപോലുള്ള പേജുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പം ഇതിൽ നിന്ന് കൊടുത്ത ലിച്ചി ചേച്ചി ഉണ്ട്, നിന്ന് കൊടുക്കാത്തവരുണ്ട്, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഇന്നലെ ഓടിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ മെയിനായിട്ട് ഒരു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ഒരു മേയർ, നമ്മുടെ തിരുവനന്തപുരം മേയർ ചെയ്തിരുന്ന പ്രവർത്തികൾ നമുക്ക് കയ്യടിയോടെ അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അദ്ദേഹത്തെ കുറിച്ചും രണ്ട് വാക്ക് ഇവിടെ പറയേണ്ടത് അത്യാവശ്യമാണ്. തിരുവനന്തപുരം മേയർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പൊങ്കാലയൊക്കെ ഉഷാറായി നടന്നു. പൊങ്കാല വളരെ മനോഹരമായി നടന്നു. വളരെ നല്ല തയ്യാറെടുപ്പുകളായിരുന്നു. മുമ്പത്തെക്കാൾ കൂടുതൽ ഭക്തർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ദൂരത്തേക്ക് പൊങ്കാല വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത്രയും ദൂരത്തേക്കുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരുന്നു. മണ്ണന്തലയ്ക്ക് അപ്പുറം വരെ പൊങ്കാല പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിരുന്നു. പിന്നെ ശുചീകരണ തൊഴിലാളികൾ 3500 വർദ്ധിപ്പിച്ചു. പോലീസ് 1750 WPC വനിതാ പോലീസ് മാത്രം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വാർഡിലും ഒരു ടാങ്കർ വെച്ച് വെള്ളം കൊണ്ടുപോകാൻ കൊടുത്തു. 200 ടിപ്പർ, മുൻപ് 150 ടിപ്പറൊക്കെ ആയിരുന്നു, ചവറുകൾ മാറ്റാണെങ്കിൽ ഞങ്ങളിപ്പോൾ 200 ടിപ്പർ എത്തിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മുടെ മേയർക്ക് ഒരുപാട് അധികം പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആര്യ രാജേന്ദ്രൻ മുമ്പ് പരിച്ച് കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയായിരുന്നല്ലോ. കഴിഞ്ഞ 45 വർഷങ്ങളായിട്ടും CPM-ന്റെ കയ്യിലായിരുന്നു നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് BJP പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ BJP-യുടെ കയ്യിലോട്ട് ഈ ഒരു പൊങ്കാല സംഭവം കിട്ടുന്നത്. അതായത് മേയർ ആയിട്ടുള്ള രാജേഷിന്റെ കയ്യിലോട്ട് കിട്ടുന്നത്. അപ്പൊ അത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ കുളമാക്കാം എന്നുള്ള ഒരു ഉദ്ദേശവും അജണ്ടയാണ് ഇന്നലെ CPM-കാർ നടത്തിയിരുന്നത്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഔട്ടുകളാണ് പുറത്തോട്ട് വന്നത്. അതായത് മേയർ അവിടെ തന്നെ അന്യമായിട്ട് പിരിക്കുന്ന പാർക്കിംഗ് ഫീസ് പിടിക്കുന്നു, അത് ചോദ്യം ചെയ്യുന്നു, അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നു. അതുപോലെ തന്നെ കുടിവെള്ള ലഭ്യത കിട്ടാത്തത് കാരണം ടാങ്കർ 10-50 ടാങ്കർ ഇറക്കുന്നു, അത് കൊടി വെച്ചിറക്കിയപ്പോൾ ഇവമാരെ പ്രക്ഷോഭിതനാക്കി. അതുപോലെ തന്നെ ഇന്നലെ നടത്തിയിരുന്നത് ക്ലീനിങ്ങിനാണ് ബഹുരസം. എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് കുറെ അധികം ആൾക്കാർ ലീവിൽ പോകേണ്ടി വന്നു. ലീവിൽ പോകേണ്ട സ്ഥാനത്ത് സേവാഭാരതി ആൾക്കാരെ ഇറക്കി അത് അവിടെ അടിപൊളിയാക്കി. അപ്പം എല്ലാം കൊണ്ടും CPM-കാർക്ക് അണ്ണാക്കി കൊടുത്തു എന്നുള്ള ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താണെങ്കിലും ഇതിൽ നമ്മുടെ മേയർ കാണിച്ച ഒരു ഔചിത്യബോധം നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. അതിനകത്ത് അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. വളരെ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കം ടു ദ പോയിന്റ്. നമ്മുടെ അന്നാരാജൻ, പിന്നെ നമ്മുടെ ചിപ്പി ലിച്ചി, അതേപോലെ നീല പച്ച കുയിലുകളിലോട്ട് വരുവാണെങ്കിൽ വളരെയധികം മോശമായി പോയി. ഇത് നമുക്ക് ബാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്കൊരു പൊങ്കാല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വികാരങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്, അവിടെ എക്സ്പോസിംഗ് അല്ല പ്രധാനം. പക്ഷെ ഇന്നലെ അന്നാരാജനെ പോലുള്ളവർ എക്സ്പോസിംഗ് ആണ് ചെയ്തത്. അത് അവരുടെ ഒരു ബ്രാൻഡ് പ്രൊമോഷനുമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്കുന്ന സാരി കൊള്ളാലോ, ഇത് എവിടുന്ന ചേച്ചി എന്ന ഒരു ആള് ചോദിക്കുന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സൈഡിൽ വീഡിയോ കൊടുക്കാം. ഇത് എന്റെ സ്വന്തം ക്രിയേഷൻസിലെ വിഷു കളക്ഷനിലെ സാരിയാണ്. കറക്റ്റ് നമുക്കറിയാം ഇതൊരു പ്രൊമോഷനാണ്. വിഷു പ്രമാണിച്ച് ഇവർ ഇറക്കാനിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം എന്താണെങ്കിലും അന്നാരാജന്റെ കൂടെ തന്നെ വന്നവരാണ്. അവർ പൊങ്കാല പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന് ഉപരി തന്നെ അവർ ഒരു ബ്രാൻഡ് പ്രൊമോഷനാണ് ഇന്നലെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, റിനീഷ റഹീം ഇന്നലെ പൊങ്കാല ഇട്ടിരുന്നു. അതിന് ഒരുമാതിരി പരത്തെറികളാണ് പുള്ളിക്കാരിയുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ടുള്ളത്. കാരണം നോമ്പുകാലത്ത് തന്നെ നിനക്ക് ഇങ്ങനെ വേണോ, അങ്ങനെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ധമായിട്ടുള്ള മതത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇന്നലെ ഒരു പൊങ്കാല കമന്റ് ബോക്സിൽ കിട്ടിയിട്ടുണ്ട്. എന്നാലും റിനീഷ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കേട്ടോ.
റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്ന് വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാല ഇട്ടതും. എൻ്റെയും ചിന്നുടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും. അതിലേക്കിടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. എന്നിട്ട് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും, അതായത് നന്മയും സ്നേഹവും വിവേകവും ചേർക്കുന്നതിലൂടെ ആത്മീയമായി ദേവിയിലോട്ട് നമ്മൾ അടുക്കുന്നു. ഇത്ര നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവിടെ സഫലമാവുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടപ്പോൾ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആപത്തുകൾ ഒഴിവായി പോകുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായതുകൊണ്ട് തന്നെയാവും ഓരോ വർഷവും ഇവിടെ കൂടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നത്. ഞങ്ങളെല്ലാവരും ജലപാനം പോലും കുടിക്കാതെ ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമാണ് റഹ്മാൻ ചെയ്തത് എന്തുകൊണ്ടും വളരെ നന്നായി തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദ കേരള റിയൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ കറക്റ്റായിട്ട് ഇതൊക്കെയാണ് പ്രചരിപ്പിക്കേണ്ടത്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്തോ അറിയത്തില്ല, മതത്തെ പിടിച്ചുകൊണ്ട് കുറെ അധികം ആൾക്കാരുടെ എല്ലാവരും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ മതക്കാരും എല്ലാം എക്സ്പ്ലോർ ചെയ്യട്ടെ. ആർക്കാണ് ഇതിപ്പം ഇത് നമുക്കൊരു നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള രാജ്യമല്ലേ, അവിടെ എന്തും ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്കുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. നാളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഇങ്ങനെ ഒരു പൊങ്കാല ഇടാൻ മാത്രം ഒന്നും അവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. അപ്പം ഇത് വളരെ നല്ലതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓ ഇതാണ് ഇതിന് പേര് ഇതിന്റെ കൂടെ ഇപ്പുണ്ട് പയറ് ശർക്കര പഞ്ചസാര യൂസ് ചെയ്യില്ല, പിന്നെ തേങ്ങയിടും. അങ്ങനെ നല്ല ടേസ്റ്റാ. ഇവിടെ വേറൊരു കാര്യം പറയാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ പൊങ്കാല ഇടുന്ന സമയത്ത് ഇവമാർ ഓരോരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് അനിമോളോട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഇതെന്താണ് കുമ്പളപ്പം എന്നിട്ട് കളിയാക്കുന്ന പോലെയൊക്കെയാണോ? നിങ്ങൾക്ക് കണ്ടന്റ് വേണമായിരിക്കും, കണ്ടന്റ് മേക്കിങ്ങിനായിരിക്കും. പക്ഷെ എന്തുവാണ് ഇത് നമുക്ക് ചുമ്മാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് പോയി നിൽക്കുന്ന പോലെയല്ല. ഇതൊരു ഭക്തിപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഈ പച്ചക്കുയിൽ നീലക്കുയിലൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഈ മോശമായിട്ടുള്ള ആംഗിൾ പ്രചരിപ്പിച്ച് വിടുന്ന എന്താണ് ഓരോരോ ആംഗിളുകൾ. ഇത് നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ചർച്ചയാകപ്പെടുന്ന കാര്യങ്ങളാണ്. ആറ്റുകാൽ പൊങ്കാലയിൽ നടക്കുന്ന ഓക്വേർഡ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാളെ ഒരു സൈറ്റിൽ ഈ ഒരു ദൃശ്യങ്ങൾ പോയി കിടന്നാൽ നാളെ ഇതിന്റെ ഗതി എന്തായിരിക്കും? അപ്പൊ ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്നാണ് നമ്മൾ പറയാനുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇവന്മാര് കാണിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്നാലും കണ്ടിട്ട് വരാം. എല്ലാ കൊല്ലവും ഇടാറില്ലേ? കിട്ടില്ല. കഴിഞ്ഞ ഇടാത്തോണ്ട് വല്ല എന്തെങ്കിലും ഉണ്ടായോ? കുഴപ്പമെങ്കിലും ഉണ്ടായോ? നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം വീട്ടിലിടാൻ പറ്റില്ല. ആദ്യമായിട്ടാ വീട്ടിലിടുന്നത്. അല്ലാത്തപ്പോ എവിടെ ഇടാ? ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെയാണല്ലോ, മാലയും വളയും പൊട്ടും ചാന്തും ഒക്കെ. അപ്പം ഇതൊക്കെയാണ് ഇവമാരുടെ രീതിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ആറ്റുകാൽ പൊങ്കാല 2026 ഒരു വലിയ ഒരു രീതിയിൽ എല്ലാ രീതിക്കും എല്ലാവർക്കും പൊങ്കാല ഇട്ടുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. ലിച്ചി ചിപ്പി അതുപോലെ തന്നെ മേയർ തുടങ്ങി എല്ലാവർക്കും അതിന്റെ രീതിയിൽ കമന്റ് ബോക്സിലും പൊങ്കാലയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എടുത്തെടുത്ത് പറയാനുള്ളത് ഈ കുയിലുകളുടെ കാര്യമാണ്. ഇവമാരെ ഔക്കോടായിട്ട് ഏതൊക്കെ ആംഗിൾ ഏതൊക്കെ രീതിയിലൊക്കെയാണ് പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നത്. ഇതൊക്കെ കുറച്ചൊരു പരിധി വേണം കേട്ടോ. ഒരു പരിധി എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ചില സമയത്ത് ഇവിടെ ചൂടും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ അവർ കംഫർട്ടബിൾ ആകണമെന്നില്ല. കാരണം ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നവരെന്നും അടുപ്പിന്റെയും പുകയെടുത്ത് വന്ന് നിൽക്കുന്നില്ല. എന്നാലും അവര് 8-9 ദിവസത്തെ നോയമ്പെടുത്ത് വന്ന് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഇത്. അപ്പൊ അതിനെ തന്നെ റെസ്പെക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളും ഈ കളിയാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നും ചോദിക്കാതിരിക്കും. അവരിങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കായിരിക്കും. ഒരുമാതിരി എനിക്ക് പേഴ്സണലി ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദ്യം, എന്താണ് നീ ഒന്നും പൊങ്കാല കണ്ടിട്ടില്ലേ, നീ പൊങ്കാലയ്ക്ക് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടില്ലേ? അപ്പം ഇതൊക്കെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഇതായ സ്ഥിതിക്കാണ് ഈ ഒരു വൾഗാരിറ്റി ഒക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പം ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് നമുക്ക് മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും വരുന്ന ഒരു വിഷ്വൽസ് ഉണ്ട്. അത് നിങ്ങൾ ദൈവത്തോട് ടച്ചുടയ്ക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്തോട്ടൊക്കെ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടുക. പിന്നെ ഹൈപ്പ് കമന്റ് സബ്സ്ക്രൈബ് പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കുക. ബൈ.